അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ടവരെ, നമുക്കൊരു ചരിത്രം കേട്ടാലോ. ഇന്ന് ജൂൺ 29 ഞായറാഴ്ച വന്നിട്ടുള്ള വാരാന്ത്യ പതിപ്പിൽ വന്നിട്ടുള്ള ഒരു ലേഖനം, ചന്ദ്രികയിലെ വാരാന്ത്യ പതിപ്പിൽ വന്നിട്ടുള്ള ഒരു ലേഖനം ഒരു ചരിത്രമാണ്. അത് ഇന്നത്തെ തലമുറക്ക് അതൊരു പാഠമാകുന്ന ചരിത്രമാണ്. അത് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. അകക്കണ്ണ് എന്ന തലക്കെട്ടിൽ, അകക്കണ്ണ് എന്ന ഒരു പംക്തിയിൽ ഡോക്ടർ MK മുനീർ എടച്ചേരി എഴുതിയിട്ടുള്ള വിശ്വസ്തത മുഖമുദ്രയാവണമെന്ന ഒരു തലക്കെട്ടിൽ ഡോക്ടർ MK മുനീർ എടച്ചേരി എഴുതിയിട്ടുള്ള ഒരു ലേഖനമാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ എത്തിക്കുന്നത്. കാലിക പ്രസക്തമായി നമുക്ക് ഇന്നൊക്കെ ഒരു പാഠമാകുന്ന രൂപത്തിൽ സത്യസന്ധതയുമായി ബന്ധപ്പെട്ട ഒരു ചരിത്രമാണ്. അബ്ബാസിയ ഖലീഫ അബൂ ജഅഫർ അൽ മൻസൂറിൻ്റെ ഭരണകാലഘട്ടം. ഒരാൾ തൻ്റെ ശിഷ്ടകാലം കഴിച്ചു കൂട്ടാനായി യമനിലേക്ക് പുറപ്പെട്ടു. നാട്ടിൽ ലഭ്യമായ ജോലി, ജീവിതത്തിൽ താൻ പുലർത്തിപ്പോരുന്ന മൂല്യങ്ങൾ നിലനിർത്തുന്നതിന് വിഘാതമുണ്ടാവുമെന്ന് ഭയന്നാണ് നാടുവിടാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചത്. ചിലവിനായി കരുതിയതെല്ലാം തീർന്നിരിക്കുന്നു. യമനിലേക്കാണെങ്കിൽ ഇനിയും ദൂരമേറെയുണ്ട്. എന്തെങ്കിലും മാർഗം കണ്ടെത്തിയേ മതിയാവൂ. ഒരു ജോലി അന്വേഷിച്ച അദ്ദേഹത്തിന് ഒരു മുന്തിരിത്തോട്ടത്തിൻ്റെ പരിപാലന ജോലി ലഭിച്ചു. ദിവസങ്ങൾ കടന്നുപോയി. തോട്ടമുടമ ഒരു ദിവസം തോട്ടം പരിപാലകനെ വിളിച്ച് പാകമായ മുന്തിരി കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു. പുളിയുള്ള മുന്തിരിയായിരുന്നു തോട്ടമുടമയുടെ മുന്നിലെത്തിയത്. വീണ്ടും മുന്തിരി കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടെങ്കിലും പുളിയുള്ള മുന്തിരി തന്നെയാണ് രണ്ടാമതും കൊണ്ടുവന്നത്. തോട്ടമുടമ ക്ഷുഭിതനായി. 1 മാസമായി ഈ തോട്ടത്തിൽ ജോലി ചെയ്യുന്ന നിനക്ക് മധുരിക്കുന്നതും പുളിയുള്ളതുമായ മുന്തിരികൾ ഇനിയും മനസ്സിലായില്ലേ എന്ന ചോദ്യമാണ് അദ്ദേഹം ഉന്നയിച്ചത്. വിനയാന്വിതനായി ആ ജോലിക്കാരൻ പറഞ്ഞു, ഇവിടത്തെ ഒരു പഴവും നാളിതുവരെ ഞാൻ രുചിച്ചു നോക്കിയിട്ടില്ല. കഴിച്ചു നോക്കാൻ എനിക്ക് അനുവാദമില്ലല്ലോ. പിന്നെ എങ്ങനെ ഞാനത് ചെയ്യും? ഇവ പരിപാലിക്കാനുള്ള അവകാശമല്ലേ എനിക്കുള്ളൂ. അന്ത്യനാളിൽ അള്ളാഹുവിൻ്റെ വിചാരണയെ ഞാൻ ഭയപ്പെടുന്നു. സുഫിയാനു സൗരിയേക്കാൾ വലിയൊരു സൂക്ഷ്മാലു വന്നിരിക്കുന്നു. നീ എൻ്റെ അടുത്ത് സൂക്ഷ്മത അഭിനയിക്കുകയാണോ? ആ ജോലിക്കാരന് മുന്നിൽ തോട്ടമുടമ പൊട്ടിത്തെറിച്ചു. 1 മാസക്കാലമായി തൻ്റെ തോട്ടത്തിൽ കാവൽക്കാരനായി ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത് സൂക്ഷ്മതയുടെയും വിശ്വസ്തതയുടെയും പര്യായമായി ചരിത്രം അടയാളപ്പെടുത്തിയ വിശ്വവിഖ്യാത പണ്ഡിതനായ സുഫിയാൻ സൗരി റളിയല്ലാഹു അൻഹു ആയിരുന്നെന്ന് തോട്ടമുടമ അറിഞ്ഞിരുന്നില്ല. വിശ്വസ്തത, അമാനത്ത് വിശ്വാസി തൻ്റെ നിത്യജീവിതത്തിൽ പുലർത്തേണ്ട മഹനീയ സ്വഭാവ ഗുണമാണ്. സൃഷ്ടാവായ നാഥനിൽ നിന്നും മനുഷ്യൻ ഏറ്റെടുത്ത ദൗത്യം ആകാശഭൂമികളോട് ഏറ്റെടുക്കാൻ പ്രപഞ്ചനാഥൻ കൽപ്പിക്കുകയും അവ വിസമ്മതം പ്രകടിപ്പിക്കുകയും അതിനെപ്പറ്റി ഭയപ്പെടുകയും ചെയ്തതായി വിശുദ്ധ ഖുർആൻ അമാനത്തിനെ പരിചയപ്പെടുത്തുന്നുണ്ട്. വിശ്വസ്തതയും സത്യസന്ധതയും ഉത്തരവാദിത്ത ബോധവും ഇഴചേർന്നതാണ് അമാനത്ത്. അമാനത്ത് എന്നത് കേവലം തന്നെ സൂക്ഷിക്കാൻ ഏൽപ്പിച്ച വസ്തുക്കൾ സൂക്ഷിച്ചു വെക്കാൻ മാത്രമല്ല, വിശ്വാസത്തിലൂടെ ദൈനംദിന ജീവിതത്തിലെ ഇടപെടലുകൾ സുഹൃത്തുക്കളായി മാറുന്നത് അമാനത്ത് അവയിൽ ഉൾച്ചേരുന്നതിലൂടെയാണ്. സഹജീവികൾക്ക് നൽകേണ്ടത് നൽകലും അവരുടെ അവകാശങ്ങളും ബാധ്യതകളും വകവെച്ചു കൊടുക്കലും രഹസ്യങ്ങൾ സൂക്ഷിക്കലുമൊക്കെ അമാനത്തിൻ്റെ പരിധിയിൽ വരുന്നു. ജീവിതത്തിൻ്റെ സർവ്വമേഖലകളിലും വിശ്വാസയോഗ്യനായി ഇരിക്കുക എന്നതാണ് അമാനത്തിൻ്റെ താല്പര്യം. അമാനത്ത് എന്ന അനുഗ്രഹീത സ്വഭാവമുടമകൾക്ക് മാത്രമേ അമീൻ, വിശ്വസ്തൻ ആയിരിക്കാൻ സാധിക്കുകയുള്ളൂ. സത്യവിശ്വാസിയുടെ സവിശേഷതകളായി വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തിയ ഉത്കൃഷ്ട ഗുണങ്ങളിലൊന്നാണ്
കരാറുകളുടെ പാലനം. പ്രവാചകന്മാർ തങ്ങളുടെ ജീവിതത്തിൽ കണിശമായി പാലിച്ചു പോന്ന സവിശേഷ ഗുണം. പ്രബോധന പ്രവർത്തനങ്ങൾക്ക് അനിവാര്യ ഘടകമാണ് ജനങ്ങൾക്കിടയിൽ വിശ്വാസമാർജിക്കുക എന്നത്. വാക്കുകൾ പാലിക്കലും കരാറുകാരുടെ പൂർത്തീകരണവും ഒരാളുടെ ധർമ്മിഷ്ഠതയുടെ പൂർത്തീകരണമാണ്. കാലക്രമത്തിൽ മനുഷ്യ മനസ്സുകളിൽ നിന്നും വിശ്വസ്തതയെ നഷ്ടമായി കൊണ്ടിരിക്കുന്ന അത്യന്തം അപകടകരമായ അവസ്ഥയെക്കുറിച്ചാണ് പ്രവാചകർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. എത്രത്തോളം എന്നാൽ, ഇന്ന കുടുംബത്തിൽ ഒരു വിശ്വസ്തതയുണ്ടെന്ന് ആളുകൾ പറയും വിധം കാര്യങ്ങൾ മാറുമെന്നും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുന്നറിയിപ്പ് നൽകുന്നു. നിസ്സാരമെന്ന് കരുതുന്ന കാര്യങ്ങളിൽ പോലും അമാനത്തിൻ്റെ സിദ്ധാന്ത ജാഗ്രതയും നീതിബോധവും വിശ്വാസി കാത്ത് സൂക്ഷിക്കേണ്ടതുണ്ട്. സ്വസന്താനങ്ങളുടെ കാര്യത്തിൽ പോലും ഇക്കാര്യത്തിൽ ഇളവ് അനുവദിക്കപ്പെട്ടിട്ടില്ല. വിശ്വാസി ഏൽപ്പിച്ച അമാനത്തുകൾ അവരുടെ അവകാശികൾക്ക് കൊടുത്തുവിട്ടണമെന്ന് അള്ളാഹു നിങ്ങളോട് കൽപ്പിക്കുന്നു. വിശുദ്ധ ഖുർആൻ. വളരെ കൃത്യമായി തന്നെ ഇന്നത്തെ ഒരു ലേഖനം ഡോക്ടർ MK മുനീർ എടച്ചേരി അകക്കണ്ണ് എന്ന ആ ഒരു പംക്തിയിൽ വിശ്വസ്തത മുഖമുദ്രയാവണം എന്ന തലക്കെട്ടിൽ എഴുതിയിട്ടുള്ള ഒരു ചരിത്ര ലേഖനമാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ എത്തിച്ചത്. ഇന്നത്തെ കാലഘട്ടത്തിൽ സത്യസന്ധതയ്ക്ക് ഉള്ള ഒരു പ്രത്യേക ഉദാഹരണമായിട്ടാണ് ഈ ഒരു ചരിത്രം നിങ്ങളുടെ മുന്നിലെത്തിക്കാൻ കഴിഞ്ഞത്. ഏതായാലും അതിൽ ഏറെ സന്തോഷിക്കുകയാണ്. ഒരു വിശ്വവിഖ്യാത പണ്ഡിതനായ സുഫ്യാനു സൗരി റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് ഉദ്ധരിച്ച ഒരു ലേഖനം, ഒരു ചരിത്രം നിങ്ങൾക്ക് മുമ്പിൽ എത്തിക്കാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം അറിയിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ പര്യവസാനിക്കുകയാണ്. ഇനിയും നിങ്ങൾക്ക് മുമ്പിൽ ഇതുപോലുള്ള ചരിത്രങ്ങളും അതുപോലെ തന്നെ നമുക്ക് കേൾക്കേണ്ടതും അറിയേണ്ടതുമായ പംക്തികളും അതുപോലെ തന്നെ ചരിത്ര താളുകളും അതുപോലെ തന്നെ ഓരോരുത്തരും പ്രിയപ്പെട്ടവർ എഴുതിയിട്ടുള്ള ലേഖനങ്ങളും ഒക്കെ നിങ്ങളുടെ മുന്നിലെത്തിക്കും. ഇൻഷാ അല്ലാഹ് അള്ളാഹു തൗഫീക്ക് നൽകട്ടെ എന്ന് കൂടി ഈ സമയത്ത് പ്രാർത്ഥിച്ചുകൊണ്ട് ആമീൻ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഞാൻ ഇന്നത്തെ വീഡിയോയുടെ പര്യവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഒരു കാര്യം കൂടി വിട്ടു പറന്നുപോയി. പ്രിയപ്പെട്ട നമ്മളെ ഒരു വിഖ്യാത പണ്ഡിതനായ സുഫിയാൻ സൗരിയെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ചരിത്ര പഠനം നടത്തിയത്. പ്രിയപ്പെട്ട വിഖ്യാത പണ്ഡിതൻ സുഫിയാൻ സൗരി സ്വഹാബിയുടെ കൂടെ അള്ളാഹു നമ്മയും അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്തുകൊണ്ട് നിർത്തുന്നു. ഒരിക്കൽ കൂടി സലാം പറയുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.